ഹലോ, ഈ ഒരു വീഡിയോയിൽ 2 ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ഫാമിലിയുടെ കൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രൈപോഡ് കേടായി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ ഇന്നലെ രാത്രി വന്നു. ഇന്നാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ മീറ്റപ്പ്. ഒരു 9:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഈ ട്രൈപോഡ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ മീറ്റപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റപ്പായിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തുടങ്ങിയതാണ്. ഇപ്പോഴും എവിടേക്കാണ് പോകേണ്ടതെന്ന് വലിയ ഐഡിയ ഇല്ല. ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നതെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വ്ളോഗ് 2 ചാപ്റ്ററായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളത് ചാപ്റ്റർ 1ഉം ഫാമിലിയുടെ കൂടെയുള്ളത് ചാപ്റ്റർ 2 ആയിട്ടാണ്. ഞങ്ങൾ 11 പേരാണ് ഈ മീറ്റപ്പിന് വന്നത്. 3 കാറിലായിട്ടാണ് ഞങ്ങൾ പോണത്. ഈ കാറിൽ 4 പേരും മറ്റേ കാറിൽ 5 പേരാണുള്ളത്. പിന്നെ 2 പേര് ഫുഡ് കഴിക്കാൻ നേരത്തെ ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണത്. അവർക്ക് എക്സാമൊക്കെ ആയതുകൊണ്ടാണ് അവർ വൈകി വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ജങ്കാറ് കയറി അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, പക്ഷെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് ഇതുവരെ നടന്നിട്ടും ഉണ്ടായില്ല. കഫേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളൊരു കഫേ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു കേക്ക് ഓർഡർ ചെയ്തു. 5 ചോക്ലേറ്റ് കേക്കും പിന്നെ വേറെന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഒരു കേക്ക് തന്നെ നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്ക് 2 പേര് വെച്ചായിരുന്നു കഴിച്ചത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ്. ഒരുപാട് പ്ലാൻ ചെയ്യാതെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വലിയ ഐഡിയ ഇല്ല. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ റാൻഡമായിട്ട് ഇതുവഴിയൊക്കെ ഒന്ന് നടക്കുവാണ്. ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചതാണ് ഈ ബിഗ് ബിയിലെ വീട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോണത് ഒരു കഫേയിലേക്കായിരുന്നു. ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ട് പോയതാണ്. പക്ഷെ പോയി നോക്കിയപ്പോൾ അതിങ്ങനെ അടച്ചിട്ടേക്കായിരുന്നു. അതുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അവിടെ തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തു. ഈ ഒരു മീറ്റപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇവരെയൊക്കെ കാണുന്നത് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമാണ്. അവസാനമായിട്ട് ഞാൻ ഇവരെയൊക്കെ കണ്ടത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് എനിക്ക് 10 വയസ്സ്, ഇപ്പം എനിക്ക് 20 വയസ്സ്. ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ട് ഇവരെ കാണുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ബീച്ചിൽ എല്ലാവരും കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സാത്താറിലാണ് ഞങ്ങൾ പോണത്. ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ പോണത്. പക്ഷേ ഇവിടെ പലരും ഒരുപാട് തവണ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കയറി വന്നപ്പോഴാണ് അറിയണത് ഈ ഹുക്ക എന്ന് പറയുന്ന സാധനമൊക്കെ ഇവിടെ കിട്ടുമെന്ന്. ഞാനതിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇതുവരെ ട്രൈ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആപ്പിളിൻ്റെയും ഗ്രേപ്പിൻ്റെയും മിൻ്റായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഫുഡ് മേടിച്ചത് ഗ്രീൻ പെപ്പർ അൽഫാമായിരുന്നു. എല്ലാവരും ഓരോന്നൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഒരു കിറ്റ്കാറ്റ് ഷേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേര് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞവർ 2 പേര് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ യാത്രയൊക്കെ ഇങ്ങനെ അവസാനിക്കുകയാണ്. അങ്ങനെ കുറച്ച് പേര് ഒരു കാറിൽ കയറി. പിന്നെ ഞങ്ങൾ 4 പേര് ഇപ്പുറത്തെ കാറിലും കയറി. ഇനി എന്നാ ഇവരെയൊക്കെ കാണാമെന്ന് അറിയില്ല. അടുത്ത തവണ പോകുമ്പോൾ മൂന്നാർ പോകാമെന്നാണ് പറഞ്ഞേക്കണേ. അതിനി എപ്പോൾ നടക്കുമെന്നും അറിയില്ല.
ഞാനങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ പോയിട്ട് കുറേ കാലമായി. പിന്നെ ഇവരെയൊക്കെ കാണുന്നതും ഇത്രയും വർഷം കഴിഞ്ഞിട്ടായതുകൊണ്ട് നല്ല സന്തോഷം തോന്നി. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ മുഖം കണ്ടാൽ അറിയാം ഞാൻ നല്ല ടയേർഡാണ്. ഇത് തൊട്ടടുത്ത ദിവസം തന്നെയാണ്. മമ്മയുടെ ഓഫീസിലൊരാളുടെ വീട് മാറ്റമായിരുന്നു. അപ്പോൾ പോണ കൂട്ടത്തിൽ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്നലത്തെ യാത്ര കുറച്ച് മോഡേൺ ലുക്കിലായിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് ട്രഡീഷണൽ പിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞങ്ങൾ മൂവാറ്റുപുഴ വരെ ബസ്സിലാണ് പോണത്. പിന്നെ അവിടെ നിന്ന് ട്രാവലർ ഉണ്ട്. ഇപ്പോൾ ആ വീട്ടിലേക്ക് പോവാണ്. അവിടുത്തെ ആംബിയൻസും നേച്ചറും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. കഴിക്കാനായിട്ട് സദ്യ ഉണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. കുറച്ച് നാളായി സദ്യയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ കഴിച്ചപ്പോൾ നല്ല രസം തോന്നി. പിന്നെ 2 തരം പായസം ഉണ്ടായിരുന്നു. എനിക്ക് ഫേവറേറ്റ് പാലട പായസമായിരുന്നു. ഇനി നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോണത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളം കുറവാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. കുട്ടികൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്നു. വെള്ളത്തിനൊന്നും വലിയ ആഴം ഉണ്ടായില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാല് നനയണ്ടെന്ന് കരുതി അങ്ങോട്ട് പോകണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാവരും പോണ കണ്ടപ്പോൾ ഞാനും അങ്ങോട്ട് പോയി. ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങളൊരു ചോക്കോബാറൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി പോണതൊരു ഗുഹയിലേക്കാണ്. ഗുഹ എന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ ഗുഹയൊന്നുമല്ല. ഇതുപോലെ നേരത്തെ കണ്ട പോലെ ചെറിയൊരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രസമുണ്ട്. പിന്നെ വെള്ളത്തിനാണേലും ആഴമൊന്നുമില്ല, ചുമ്മാ നമുക്ക് നടക്കാവുന്നതേ ഉള്ളൂ. മറ്റേടത്തേനേക്കാളും കുറച്ചുകൂടെ ഇറങ്ങി നടക്കാനും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ സുഖമായിരുന്നു. ഞാനും അനിയത്തിയും കൂടി അങ്ങോട്ട് വലിഞ്ഞു കയറണത് 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ എന്താ, അത്രയൊക്കെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവലറിൽ കയറി. എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നല്ല ടയേർഡ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഓട്ടോറിക്ഷ കയറി വീട്ടിലെത്തി. രണ്ട് ദിവസത്തെ അടുപ്പിച്ചുള്ള യാത്ര കാരണം നല്ല ടയേർഡായിരുന്നു. പിന്നെ നല്ലപോലെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും പുറത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.